ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. അപ്പോൾ ഇന്ന് ചിങ്ങം ഒന്നല്ലേ, നമ്മുടെ പഞ്ചായത്തിൽ ഇന്നൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കർഷക ദിനമാണ്. അത് നമ്മുടെ നിലമേ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കൂടെ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട 13 കർഷകരെയും ഒരു വിദ്യാർത്ഥി കർഷകനെയാണ് ആദരിക്കുന്നത് കേട്ടോ. അവർക്ക് ക്യാഷ് അവാർഡും പൊന്നാടയും മൊമെൻറ്റും കൊടുത്താണ് അവരെ ആദരിക്കുന്നത്. അപ്പം നമ്മൾ ഈ പ്രോഗ്രാം, അതായത് ഈ കർഷക ദിനം എന്നുള്ള ഒരു പ്രോഗ്രാം വലിയ രീതിയിൽ ചെയ്തിട്ടില്ല. വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഘോഷയാത്ര പോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ നടന്ന ദുരന്തത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. വയനാട് നടന്ന സംഭവത്തെക്കുറിച്ച് നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് മാറി മറിഞ്ഞൊരു സംഭവമാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നടത്തിയത്. ചെറിയ രീതിയിൽ മാത്രമേ പ്രോഗ്രാമെല്ലാം ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി മാഡത്തിന് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. മാഡമാണ് ഇത് ഉദ്ഘാടനം നിർവഹിക്കാനും എല്ലാം ഏറ്റിരുന്നതും. പക്ഷെ മാഡത്തിനത് എത്തിപ്പെടാൻ പറ്റിയില്ല. കാര്യം നല്ല മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഒരുപാട് തിരക്കും, വേറെയുള്ള പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മാഡത്തിന് എത്താൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ കൃഷി ഓഫീസർ, അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, മെമ്പർമാർ, CDS ചെയർപേഴ്സൺ, അതുപോലെ ADS അവർ, പിന്നെ കുടുംബശ്രീ അംഗങ്ങൾ, അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാമിൽ. അപ്പോൾ വീഡിയോ കണ്ടാലോ? കർഷകരെ ആദരിക്കുന്നതിൻ്റെ എല്ലാം ഞാൻ ചെറിയ ചെറിയ ഷോർട്ടായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇന്ന് ആദരിക്കുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന 14 കർഷകരുണ്ട്. ആ കർഷകർ ഞാൻ വായിക്കാം. പി രാധാകൃഷ്ണനുള്ള SSR ഭവൻ പുറത്ത്, സഹീറുദ്ദീനായി ദാറുർ റഹ്മത്ത് വെള്ളരി, മുഹമ്മദ് ഖാസിം നൂർമഹൽ വേക്കൽ, ഷാജഹാൻ ഷാഹിൻ മൻസിൽ മുരുക്കുമൺ, സുധാ കാഞ്ഞത്തിൽമോട് മുരുക്കുമൺ, റാബിത്തുമാ ദേവി ഫ്രാൻസ് വില്ല മുരുക്കുമൺ, റിജുമോൻ KR ASR ബിൽഡിംഗ് വെള്ളാകുന്ന്, ഷിബിൻ ബാബു മാറ്റിടാമ്പാറയിൽ വീട് വെള്ളാമ്പാറ, സീനത്ത് MM നാസിഫ് മൻസിൽ കണ്ണങ്കോട്, റുക്സാന ബീഗം SP ഗ്രീൻലാൻഡ് വെള്ളാകുന്ന്, പങ്കജവല്ലി മുക്കൈക്കുന്നുകേട് വേക്കൽ, ജയചന്ദ്രൻ മീനാറ പത്തൻവീട് തങ്കക്കല്ല്. പിന്നെ വിദ്യാർത്ഥി കർഷകനായിട്ട് നിലവിൽ LMUPS പഠിക്കുന്ന മാസ്റ്റർ ഫർഹാനിസ് പുലിക്കോട് പുതുള്ള വീടുമുളായിപ്പോണം. ഇത്രയും ഈ 14 പേരെയാണ് നമ്മൾ ഈ പ്രാവശ്യം ഈ കർഷക ദിനത്തിൽ പൊന്നാടയെ ആദരിക്കുന്നത്. ഈ 14 പേരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ പ്രകാരം നമ്മളെ സ്കൂൾ ഗ്രൗണ്ടിൽ ചെടി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൂ വിതരണമാണ് നമ്മുടെ കൃഷി ഓഫീസർ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് നമ്മൾ കൈമാറുന്നത്. ഇതാണ് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കർഷകൻ, വിദ്യാർത്ഥി കർഷകൻ. ആൾക്ക് അവാർഡും പൊന്നാടയും കൊടുക്കുന്നതാണ് ഈ കാണുന്നത്.
അപ്പോൾ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ നടന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.